സാമൂഹ്യമായിട്ടുള്ള ബാധ്യതകൾ എന്താണ് എന്ന് ഇന്നാർക്കും ആരും പറഞ്ഞു കൊടുക്കണ്ട, കൃത്യമായിട്ട് ജനങ്ങൾക്ക് തന്നെ അറിയാം. സഫിയ തലവനായ ഹുയയ്യ ബിൻ അഖ്തബ് അവരുടെ പുത്രിയുണ്ടായിരുന്നു സഫിയ. ഗോത്രമുഖ്യനാണ്. ആ ഗോത്രമുഖ്യന്റെ മകളാണ്. മകളായതുകൊണ്ട് തന്നെ ഗോത്ര തടവുകാരെ മോചനദ്രവ്യം വാങ്ങിയിട്ട് സ്വതന്ത്രയാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും മോചനദ്രവ്യം വാങ്ങിയില്ലെന്ന് മാത്രമല്ല, ഗോത്രത്തലവന്റെ മകളായ സഫിയ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും വാങ്ങാതെ സ്വതന്ത്രയാക്കി. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം അവർക്ക് ലഭിച്ചു. പിന്നീട് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം നാണമാകുന്നില്ല ഇതൊക്കെ പറയാൻ. ഈ സഫിയയുടെ മാതാപിതാക്കളെയും ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും സഫിയയുടെ ഭർത്താവിനെയും കൊന്നിട്ടാണ് സഫിയയെ ഇവര് വിധവയാക്കുന്നത്, യുദ്ധ തടവുകാരിയാക്കുന്നത്. എന്നിട്ട് മോചനദ്രവ്യം വാങ്ങിക്കാതെ വിട്ടയച്ചെന്ന് നാണമാകുന്നില്ല ഉസ്താദെ നിങ്ങൾക്കൊക്കെ ഇത് പറയുമ്പോ? അവരെങ്ങനെയാണ് അടിമ സ്ത്രീ ആയത്? അവരുടമയായിരുന്നില്ലേ? അവരുടെ ഭർത്താവിനെയും പിതാവിനെയും ഒക്കെ ആരാണ് കൊന്നത്? എന്നിട്ട് പ്രവാചകൻ യുദ്ധത്തിൽ നിന്ന് തിരിച്ച് യുദ്ധം കഴിഞ്ഞ് നാട്ടിലേക്ക് വരിക. അതിനിടയിൽ ഒരു ടെന്റ് കൂടി സഫിയയുമായിട്ട് ആദ്യ രാത്രിയൊക്കെ കഴിച്ചു കഴിഞ്ഞു. ആ സമയത്ത് പ്രവാചകൻ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോ പുറത്തുണ്ട് ഊരിപ്പിടിച്ച വാളുമായിട്ട് പ്രവാചകന്റെ ഒരു അനുയായി നിൽക്കുന്നു. എന്തുപറ്റിയുടെ അൻസാരി, നീ ഉറങ്ങില്ലേ? അബു അയ്യൂബിൽ അൻസ്വാരി. ഇല്ല പ്രവാചകനെ, സഫിയ എങ്ങാനും പ്രവാചകനെ എതിർത്താലോ എന്ന് ഞാൻ ഭയപ്പെട്ടു. കാരണം അവരുടെ പിതാവിനെയും അവരുടെ ഭർത്താവിനെയും ഒക്കെ അങ്ങാണല്ലോ അങ്ങയുടെ വാളാൽ കൊല ചെയ്തത്. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ടത്. സീറത്ത് ബിൻ ഹിഷാമിലുണ്ട് ഈ ചരിത്രം. ഇമാം അത്തൊബിരി രേഖപ്പെടുത്തുന്നുണ്ട്. ഖുർആൻ വ്യാഖ്യാതാവാണ് അത്തൊബിരി. മനസ്സിലായോ? എന്നിട്ട് പ്രവാചകന്റെ ആദ്യ രാത്രി കണ്ട് ആസ്വദിച്ച് പ്രവാചകന്റെ അനുയായി പുറത്തു നിൽക്കുക. എന്നിട്ട് അവരെ മോചനദ്രവ്യം വാങ്ങിക്കാതെ വിട്ടെന്ന് അവരെ വിവാഹം ചെയ്യുകയും 4 വർഷം വിവാഹ ജീവിതം നയിക്കുകയും ചെയ്തു. ഹിലാൽ ഗോത്ര ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മുൻകൈയെടുത്ത് അവസാനത്തെ വിവാഹം നടന്നു. അല്ല, മറ്റൊരു ഗോത്രവുമായോ മറ്റൊരു രാജ്യവുമായോ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി വിവാഹം കഴിക്കണമെങ്കിൽ നരേന്ദ്രമോദി കുറെ വിവാഹം കഴിക്കേണ്ടി വരുമല്ലോ. എല്ലാ രാജ്യങ്ങളുമായും ഇന്ത്യ ഇന്ന് സൗഹൃദത്തിലല്ലേ പോകുന്നത്? ആ ബന്ധം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വിഭാര്യനായ നരേന്ദ്രമോദി എത്ര പേരെ കെട്ടേണ്ടി വരും? അങ്ങനെയാണെങ്കിൽ കെട്ടി തന്നെയാണ് ഇത്തരം ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടുന്നതെങ്കിൽ ഇതൊന്നും ചോദിക്കാൻ മുസ്ലിങ്ങൾക്ക് ധൈര്യമില്ലാത്തത് കൊണ്ടും അവരുടെ തലച്ചോറിൽ ഇത്തരം ആശയങ്ങളൊന്നും ഉദിക്കാത്തത് കൊണ്ടുമാണ് ഇവർ വീണ്ടും വീണ്ടും ഈ വിവരക്കേട് പറഞ്ഞ് സമൂഹത്തിൽ വരുന്നത്. അതിനിടക്ക് മാരിയ ബിൻത് ശംഔൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ പ്രവാചകൻ വിവാഹം ചെയ്തിരുന്നു. 4 വർഷം മുന്നോട്ട് പോയിട്ടുണ്ട്. ഹിലാൽ ഗോത്രത്തെ ബന്ധം സ്ഥാപിക്കുക എന്ന ഉദ്ദേശപ്രകാരം പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു മുൻകൈയെടുത്ത് നടത്തിയ വിവാഹം, അവസാനത്തെ വിവാഹം മൈമുന റളിയല്ലാഹു അൻഹയുമായിട്ടാണ്. ഇതിലെവിടെയും ഒരു വിവാഹത്തിലും ഏതെങ്കിലും ഒരു ശാരീരിക ചോദനകളോ മറ്റോ പ്രകടമാക്കിയതായോ ഈ സ്ത്രീകളുടെ പിതാക്കന്മാർക്കോ ആ നാട്ടിലുള്ള ആളുകൾക്കോ അവിടെ ജീവിച്ചിട്ടുള്ള വിമർശകന്മാർക്കോ പ്രവാചകന്റെ ശത്രുക്കൾക്കോ പിന്നീട് കടന്നു വന്ന ഏതെങ്കിലും അനുയായികൾക്കോ ദീർഘമായ നൂറ്റാണ്ടുകളോളം ഇസ്ലാമിനെ വായിച്ചിട്ടുള്ള ശത്രുക്കൾക്കോ അഭിപ്രായമുണ്ടായിരുന്നില്ല. പിൻകാലത്ത് നബി വിമർശകന്മാരും അവരഭിപ്രായപ്പെട്ടോ ഇല്ലേ? അവര് പ്രവാചകന്റെ ഈ നീച കൃത്യങ്ങളെ, ഈ പെണ്ണുപിടികളെ, ഈ ശിശുഭോഗങ്ങളെ, ഈ അമ്മയുടെ പ്രായമുള്ള വാർദ്ധക്യത്തിലേക്ക് എത്തി നിൽക്കുന്ന വാർദ്ധക്യ ഭോഗത്തെയൊക്കെ മറ്റുള്ളവർ എതിർത്തോ ഇല്ലേ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ഇത് ശരിയോ തെറ്റോ? ഈ കാലഘട്ടത്തിൽ ഈ സ്വതന്ത്ര ഭാരതത്തിൽ ഇരുന്ന് ഇദ്ദേഹത്തെ നിങ്ങളൊന്ന് പിൻപറ്റാമോ? ഒന്ന് നോക്കട്ടെ. ഇന്നകരും
പ്രവാചകന്റെ വ്യക്തിത്വത്തെയും യശസ്സിനെയും ഇടിച്ചു താഴ്ത്താൻ വേണ്ടി കൊണ്ടുപിടിച്ച ഒരു ആരോപണം മാത്രമാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്റെ വിവാഹത്തിന് പിന്നിലെ ലൈംഗിക താല്പര്യങ്ങൾ എന്ന് പറയുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തു. तो मैं आपको एक फ्लूइड दिखाता हूं जिसको बोलते हैं रेजिन इपोक्सी. ഉസ്താദന്മാര് ഖുർആനും ഹദീസും ഒക്കെയാണ് പറയുന്നതെങ്കിലും ഹറാമായ മുതലും പരസ്യത്തിന്റെ വരുമാനവും ഒക്കെ വേണം കേട്ടോ. സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തു. ആ വിവാഹം ശൈശവ വിവാഹം എന്ന രീതിയിൽ പിന്നീട് ആളുകൾ പറഞ്ഞു ശൈശവം എന്ന് പറയുമ്പോൾ വയസ്സ് ആണ് അതിൽ പരിഗണിക്കുന്നത്. എങ്ങനെയാണ് കാലഘട്ടങ്ങളിൽ മനുഷ്യന്മാർ വിവിധ വയസ്സുകളിൽ ജീവിക്കുന്നുവെങ്കിൽ ശൈശവത്തിന്റെ തീരുമാനം ഉണ്ടാകുക? 950 വർഷത്തിലധികം ജീവിച്ച നൂഹ് നബിയുടെ ബാല്യകാലം എത്ര വർഷം? 10 കൊല്ലം. ബാക്കിയോ പിന്നെ ഒരു 20-30 വരെ യുവത്വം. 30 ശേഷം 950 വരെ വാർദ്ധക്യം. 100, 150, 200, 300 വർഷം വരെ ജീവിച്ച മനുഷ്യരുടെ കഥകൾ ആന്ത്രപ്പോളജി പറയുന്നുണ്ട്. അവരുടെ ബാല്യകാലം എത്രയാ? യൗവനകാലം എത്രയാ? വാർദ്ധക്യകാലം എത്രയാ? അതുകൊണ്ട് യൗവനം, ബാല്യം, വാർദ്ധക്യം എന്ന് പറയുന്നത് ഓരോരോ രാജ്യത്തും ഓരോരോ സ്ഥലത്തും അല്ലെങ്കിൽ നിലനിൽക്കുന്ന കാലത്ത് ഒരു തലമായിരിക്കും, പൂർവ്വകാലങ്ങളിൽ വേറെ തലമായിരിക്കും. ഇനി ശൈശവ വിവാഹം എന്ന് പറയുന്നത് ഇന്ത്യൻ കൺസെപ്റ്റ് അനുസരിച്ചുകൊണ്ട് 18 വയസ്സ് എന്ന് നിശ്ചയിക്കുകയും സ്ത്രീക്ക് 18, പുരുഷൻ 20, 22, 21, 22 എന്ന് പറയുകയും ചെയ്യും. ലോകത്തെ എല്ലാ രാജ്യത്തും വിവാഹം കഴിക്കുന്നതിന് ഒരു കണക്കാണോ? അല്ല. ഞാൻ ദീർഘിപ്പിക്കുകയല്ല, ആ വിഷയം പൂർത്തിയാകാൻ പറയാം. അല്ല, ലോകത്തിന്റെ വിവിധങ്ങളായ നാടുകളിൽ വിവാഹപ്രായത്തിന് വ്യത്യസ്ത സമയങ്ങളാണ്. ഒരു സ്ത്രീ വിവാഹിതയാകാൻ ആ സ്ത്രീക്ക് മാനസികവും ശാരീരികവുമായ പക്വതയാണ് വേണ്ടത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള പക്വതയെ കുറിച്ചിട്ടാണല്ലോ ഉസ്താദ് പറഞ്ഞത്. ഇവരെന്താണ് പറഞ്ഞു വെക്കുന്നത് എന്ന് നിങ്ങൾക്ക് വല്ലതും മനസ്സിലായിട്ടുണ്ടോ? അതായത് ഓരോ കാലഘട്ടത്തിലും ഓരോ രാജ്യത്തിനും വിവാഹത്തിന് ഓരോ നിയമങ്ങളായിരിക്കുമെന്ന് പിടികിട്ടിയോ? ഓരോ നിയമങ്ങളായിരിക്കും. അതായത് അറേബ്യയിൽ 6 വയസ്സ് എന്ന് പറയുന്നത് പക്വതയെത്തുന്ന ഒരു പ്രായമാണ്. 6 വയസ്സ് ഒരു കുട്ടിത്തമല്ല. അതല്ലെങ്കിൽ 53 വയസ്സൊരു വാർദ്ധക്യമാണോ? പറയുമ്പോ ഇവർ ഇതുകൂടെ നമുക്ക് പറഞ്ഞു തരണ്ടേ? 53 വയസ്സ് വാർദ്ധക്യമാണോ അല്ലേ? അദ്ദേഹം പറയുന്നത് വളരെ രസകരമായ വസ്തുതയാണ് കേട്ടോ. ഇതിന്റെ മറുപടി ഞാൻ അവരെ കൊണ്ടൊക്കെ തന്നെ പറയിപ്പിച്ചു തരാം. ആവട്ടെ. പക്വതയാണ് വേണ്ടത്. 6 വയസ്സുള്ള ആയിഷയുടെ ലൈംഗിക പക്വതയെ കുറിച്ചിട്ടാണ് ഉസ്താദ് പറയുന്നത്. മനസ്സിലായോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം 6 വയസ്സുള്ള കുഞ്ഞ് ഏത് കാലഘട്ടത്തിലും കുഞ്ഞ് തന്നെയാണ്. ചിലപ്പോൾ ശാരീരികമായിട്ടുള്ള ഒരു കാര്യക്ഷമതയുണ്ടായേക്കാം. 6 വയസ്സിന്റെ വിളവ് തന്നെയല്ലേ ഉള്ളൂ ഉസ്താദേ, അല്ലേ? 6 വയസ്സുള്ള കുട്ടിയല്ല എന്നാണ് ഇവർ പറയുന്നതെങ്കിൽ പ്രവാചകൻ ആദ്യം വിവാഹം കഴിച്ചത് 28 വയസ്സുള്ള ഖദീജയെ ആയിരുന്നല്ലോ. നിങ്ങൾ 40 വയസ്സ് എന്ന് തള്ളിമറിച്ചത് എന്താ? 28-ന് എന്താ പ്രശ്നം? 28-ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞങ്ങളല്ലേ പറഞ്ഞത്? മാലിക് സലഫി തന്നെ കൃത്യമായ രൂപത്തിൽ തെളിവുകൾ വെച്ചിട്ട് അന്ന് ഖദീജയ്ക്ക് 40 വയസ്സായിരുന്നില്ല പ്രായം, 28 എന്ന് തെളിയിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ആദ്യം 25 വയസ്സുണ്ടായിരിക്കെ ധനാഢ്യയായ, സൗന്ദര്യമുള്ള, കുലീനത്വമുള്ള, തറവാടിത്വമുള്ള, പേരും പ്രശസ്തിയും പെരുമയും പണവുമുള്ള ഖദീജയെ തന്നെ തെരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയായിരുന്നു? വിധവയായ ഖദീജയെ. ആ കാലഘട്ടത്തിൽ മമ്മദണ്ണൻ വന്ന് ആരോടെങ്കിലും പെണ്ണു ചോദിച്ചാൽ ആരും മൈൻഡ് ചെയ്യുമായിരുന്നില്ല, അടി കൊടുത്ത് ഓടിക്കുമായിരുന്നു. കാരണം എടുത്തു പറയാൻ ഒരു തന്തയുടെ പേര് പോലും ഉണ്ടായിരുന്നില്ല. അബ്ദുള്ള മരണപ്പെട്ട് 2.5-4 റിപ്പോർട്ടുകളാണുള്ളത്. വർഷങ്ങൾക്ക് ശേഷമാണ് ഈ മാനവരിൽ മഹാമ്ലേച്ഛൻ ഭൂജാതനാകുന്നത് തന്നെ. അപ്പോൾ തന്ത അതല്ലെന്ന് വ്യക്തമായല്ലോ. അങ്ങനെയുള്ള മമ്മദണ്ണൻ ആരും പെണ്ണ് കെട്ടിച്ചു കൊടുക്കുന്നില്ല. അതുകൊണ്ട് അന്നത്തെ കാലത്ത് നോക്കിയപ്പോൾ
എല്ലാം ഉണ്ട്. ശരി, ആദ്യം നബിക്ക് വേണ്ടിയിരുന്നത് ഒരു അഡ്രസ് ആയിരുന്നു, അത് നേടിയെടുക്കണം. പിന്നെ പണം, പദവി, പോപ്പുലാരിറ്റി, അധികാരം, ഇതെല്ലാം മുമ്പിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഖദീജയെ പ്രവാചകൻ വിവാഹം കഴിച്ചത്.